നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ പൊതുവിൽ എല്ലാ വിഭാഗത്തിലും ആശങ്ക ഉണർത്തിയിട്ടുണ്ട്, പേടി ഉണർത്തിയിട്ടുണ്ട്. ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ID കയ്യിൽ കരുതിയിരിക്കണം, ഏതെങ്കിലും ആവശ്യം വന്നാൽ ഈ ജനന സർട്ടിഫിക്കറ്റ് തന്നെ, ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കരുതിയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നടപ്പുള്ള കാര്യമാണോ? നമ്മളാരും, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ, നമ്മളാരും ഇവിടെ ജനിച്ചവരല്ല, സിറ്റിസൺസ് ആണെങ്കിൽ കൂടി ജനനം വേറെ സ്ഥലങ്ങളിലാണ്, പിന്നീട് നാച്ചുറലൈസ് ചെയ്തെന്നാണ്. അപ്പോൾ ഏതെല്ലാം ID നമുക്ക് കയ്യിൽ കരുതാൻ പറ്റും? ആരെയാണ് ഇവർ വളഞ്ഞിട്ട് പിടിക്കുക, എവിടെ വെച്ചാണ് പിടിക്കുക എന്നുള്ള ഒരു ഭീതി പല ഭാഗത്തും ഉയർന്നിരിക്കുന്നു. എന്തായാലും അത് കഷ്ടമാണ്. വാസം പറഞ്ഞാൽ ആ ഭയം ഉണ്ടാവുക. ആളുകൾ ന്യൂയോർക്ക് സിറ്റിയിൽ, ആളുകൾ ഈ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകൾ, ഈ ഷെൽട്ടറുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾ അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല. കാരണം സ്കൂളിൽ ഇവർ ചെന്നിട്ട് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയാൽ എന്നുണ്ടാവും എന്നുള്ളൊരു പേടി. ഈ സ്കൂളുകളിലും ചർച്ചുകളിലും ഒന്നും ഇമിഗ്രേഷൻ അതോറിറ്റി, ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, അവർ കയറില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ധാരണ ഒന്നും വേണ്ട, അത് അവിടെയും കയറാമെന്നാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾ കുട്ടികളെ സ്കൂളിൽ അയക്കാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ പൊതുവിൽ ഈ ഷെൽട്ടറുകളിലുമൊക്കെ താമസിക്കുന്ന ആളുകളുടെ സ്ഥിതി നമുക്കറിയാം. നൂറുകണക്കിന് ആളുകൾ ഒരു ഷെൽട്ടറിൽ താമസിക്കുന്ന കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വീടില്ല. വാസം പറഞ്ഞാൽ തലചായ്ക്കാൻ എന്തെങ്കിലും ഒരു ഇടമുണ്ടെന്നല്ലാതെ ആ വീട് പോലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഭീതി ഇവിടെ വന്നിരിക്കുന്നത്. ഈ ചിക്കാഗോയിൽ കുട്ടികളെ സ്കൂളിൽ ICE അധികൃതർ ചെന്നു, പക്ഷേ അവിടെ കയറ്റാനായിട്ട് സ്കൂൾ അധികൃതർ സമ്മതിച്ചില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ഈ കുട്ടികൾക്ക് നേരെയൊക്കെയുള്ള ഈ നടപടികൾ ഖേദകരമാണ്, അത് ദുഃഖകരമാണ്. അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ അവരെ സ്കൂളിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഹീനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അനധികൃതമായി ഇവിടെ വന്നവരോട് മാനുഷികമായ രീതിയിലാണ് പെരുമാറേണ്ടത്. ഇവരേതാണ്ട് വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് ശരിയാണോ എന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ആളുകൾ കടന്നു വരാനായിട്ട്, ഇങ്ങനെ അനധികൃതമായിട്ട് വരാനായിട്ടുള്ള സംവിധാനങ്ങൾ, ആ പഴുതുകൾ അടയ്ക്കണം. ഇവിടെ വന്ന കുറ്റവാളികളെല്ലാം പറഞ്ഞു വിടണം. അതുപോലെ തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര പേരെ ഉൾക്കൊള്ളുകയും വേണം. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും അമേരിക്ക പോലൊരു വലിയ രാജ്യത്ത് ധാരാളം ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഇത്രയും വലിയൊരു രാജ്യമാണ്. എന്ന് മാത്രമല്ല, ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഇവിടെ ഈ കൊളംബസ് മുതലുള്ള ആളുകളൊന്നും ഇവിടെ വിസ എടുത്തും അല്ലെങ്കിൽ ഇവിടെ അനുവാദം ചോദിച്ചൊന്നും അല്ല ഇവിടെ വന്നത്. കുടിയേറി വന്ന് പിന്നീടാണ് ആളുകൾ, ഈ ഗവൺമെൻറ്റും ഒക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ നിയമപരമായിട്ട് വരുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനം ഉണ്ടാവുന്നത്. എന്ന് മാത്രമല്ല, ഈ പല ആളുകളും ഇതൊക്കെ തെറ്റിച്ച് വന്ന് ഇവിടെ കഴിഞ്ഞ് ഒന്നും രണ്ട് തലമുറ കഴിയുമ്പോൾ അവർ ഇവിടുത്തെ ആളുകളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കിടയിൽ ആ ഭീതി ഉണർത്തുന്നത് എത്രമാത്രം ശരിയാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത് കുറേ കാലം കൂടി നമ്മൾ പ്രതീക്ഷിക്കാം. കുറേ കാലം കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകുമ്പോൾ ഇതിനൊരു മാറ്റം വരുമെന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ഇനി ജന്മാവകാശ പൗരത്വത്തിൻ്റെ കാര്യം തൽക്കാലം കോടതി തടഞ്ഞുവെങ്കിലും അതിനെപ്പറ്റിയുള്ള വിവാദങ്ങളും കോടതി കേസുകളും തുടരും. അത് സുപ്രീം കോടതി വരെ എത്തും. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞു തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം അവിടെ കൺസർവേറ്റീവ് ജഡ്ജിമാർക്കാണ് ഭൂരിപക്ഷം ഉള്ളത്. അവർ ട്രംപിന് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പരക്കെ. പക്ഷേ ഇത് മൂലം പൗരത്വം നഷ്ടപ്പെടുന്ന ആളുകൾ, ഈവൻ നേറ്റീവ് അമേരിക്കൻസിൻ്റെ അവർ പോലും പൗരത്വം നഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് ഇന്നൊരു വക്കീലിൻ്റെ കമൻറ്റ് കണ്ടു. പ്രധാനപ്പെട്ട കാരണം, ഈ നേറ്റീവ് അമേരിക്കൻ അവർക്ക് തന്നെ സോവറിനിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജനിക്കുന്ന ആളുകൾ അവർ വേറൊരു രാജ്യം പോലെയാണ്, നേറ്റീവ് അമേരിക്കൻ രാജ്യം പോലെ. അപ്പോൾ അവിടെയുള്ളവർ സബ്ജക്റ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് US അമേരിക്കൻ നിയമങ്ങൾക്കനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇതിന് പുറത്തായിട്ട് വരും, പൗരത്വത്തിന് പുറത്തായിട്ട് വരുമെന്നാണ് ആ വക്കീലിൻ്റെ വാദം. എന്തായാലും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. അതിനുശേഷമേ ഈ ആളുകൾക്കിടയിൽ ഭീതി ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരികയുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഗർഭിണികൾ നേരത്തെ പ്രസവിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ എത്ര കണ്ട് ശരിയാണെന്ന് ഇങ്ങനെ ഡോക്ടർമാർ ഈ അടുത്ത മാസം 20-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതിനു മുമ്പ് പ്രസവിക്കുക, അതിനു വേണ്ടിയിട്ട് സിസേറിയനൊക്കെ നടത്താനായിട്ട് ആളുകൾ ശ്രമിക്കുന്നെന്നും പറഞ്ഞ് ഇതെല്ലാം നാട്ടിൽ വലിയ വാർത്തയാണ്. നമ്മളിവിടെയൊന്നും അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല, അങ്ങനെയുള്ളൊരു ശ്രമമൊന്നും ഉള്ളതായിട്ട് ഒറ്റപ്പെട്ടവല്ല
ആളുകളും പോയി ഡോക്ടർമാരോട് വല്ലതും ചോദിച്ചിട്ടുണ്ടാവാം. എന്നല്ലാതെ ഇതൊരു പരക്കെയുള്ളൊരു ഒരു കാര്യമാണെന്ന് ആ രീതിയിലാണ് പിന്നെ ഇന്ത്യയിലൊക്കെ പ്രചാരം നടക്കുന്നത്. അതും ഖേദകരം തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയായിട്ട് ഇരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ ഗ്യാസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് അല്ലറ ചില്ലറ കാശുണ്ടാക്കുന്നവരാണ്. അപ്പോൾ അതെല്ലാം മിക്കവരും നിർത്തിയിട്ട് പിന്നെ സ്കൂളിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു. സ്കൂളിൽ 20 മണിക്കൂർ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള പിന്നെ ആഴ്ചയിൽ 20 മണിക്കൂർ അതിനുള്ള അനുമതിയാണ് ലീഗലായിട്ടുള്ളത്. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശ് ലോണൊക്കെ എടുത്താണ് മിക്കവരും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ കിട്ടാൻ വേണ്ടിയാണ് ഗ്യാസ് സ്റ്റേഷനുകളിലും മറ്റ് പിന്നെ സ്ഥലങ്ങളിലുമൊക്കെ ഇവർ പോയി പണിയെടുക്കുന്നത്. അപ്പോൾ അത് പേടിച്ചിട്ട് അതുപോലും നിർത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ട്രംപിനെ അനുകൂലിച്ച ചില വിഭാഗങ്ങൾ അവർ നിരാശ പ്രകടിപ്പിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് മിഷിഗണിലെ മുസ്ലിം വിഭാഗങ്ങൾ അവരൊക്കെ ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരാണ്. പക്ഷേ അവർ വിചാരിച്ചത് പിന്നെ ഈ ബൈഡനുള്ള ഒരു വിരോധമായിരുന്നു പ്രധാനപ്പെട്ട കാരണം ഈ നെതന്യാഹുവിനെ ഇസ്രായേലിനെ ബൈഡൻ പിന്തുണയ്ക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപിനെ അനുകൂലിച്ചത്. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരായ ഒരു നിലപാടും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുമില്ല. അപ്പം മൊത്തത്തിൽ ആ സ്ഥിതിഗതികളെല്ലാം ആശങ്കാജനകമായി തന്നെ തുടരുന്നു. ഇമിഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതി ഏതാണെന്ന് നമുക്ക് വ്യക്തവുമല്ല. ഇതിനിടയിലാണ് ഇപ്പം ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് പീറ്റർ ഹെഗ്സെത്തിനെ സെനറ്റ് അംഗീകരിച്ചു. അതിൽ ശ്രദ്ധേയമായൊരു കാര്യം 3 സെനറ്റർമാർ പിന്നെ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുണ്ട്, ലൈംഗിക ആരോപണങ്ങളുണ്ട്, പിന്നെ പരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിനെല്ലാം സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ 3 സെനറ്റർമാർ രംഗത്ത് വന്നു. അപ്പം സൂസൻ കോളിൻസ് മെയിൻ, ലിസ പിന്നെ മർക്കോവിസ്കി പിന്നെ അലാസ്ക, പിന്നെ കെൻഡക്കിയിൽ നിന്നുള്ള മിച്ച് മക്കോണൽ പിന്നെ മുൻ ലീഡർ അദ്ദേഹം ഒഴിയുകയുമാണ്. അവർ 3 പേരും സധൈര്യം ട്രംപിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ അങ്ങനെ വോട്ട് 50-50 അങ്ങനെ വന്നപ്പോഴത്തേക്ക് വൈസ് പ്രസിഡന്റ് JD ഹാൻസ് ഒരു കാസ്റ്റിംഗ് വോട്ട് ഇട്ടു പിന്നെ ഹെഗ്സത്തിന് അനുകൂലമായിട്ട്. അങ്ങനെ ഹെഗ്സത്ത് ഡിഫൻസ് സെക്രട്ടറി ആയി. അപ്പം അദ്ദേഹം 44 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പിന്നെ ആർമിയിൽ മേജറായിരുന്നു. പിന്നീട് ഫോക്സ് ന്യൂസിൽ അവതാരകനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നു. ഈ അമേരിക്കയുടെ ഡിഫൻസിനെ സംരക്ഷിക്കേണ്ട ഒരാൾ ട്രംപിനോടുള്ള ഭക്തി മാത്രം പോരാ, ഈ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളും വേണം എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്തായാലും ശ്രദ്ധേയമായ ഒരു കാര്യം, ട്രംപിന് ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും എലക്ട് ചെയ്യുമ്പോൾ പിന്നെ ട്രംപിൻ്റെ കൂടെ വരുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. ഇപ്പം വൈസ് പ്രസിഡന്റ് പിന്നെ JD വാൻസ് അടക്കം എല്ലാവരും 40കളിൽ ഉള്ള ആളുകളാണ്. കാഷ് പട്ടേൽ ആണെങ്കിലും ഒക്കെ ആ 40കളിലുള്ള ആളുകൾ ചെറുപ്പക്കാരെ നിറയ്ക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യവും ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്.